രാമായണവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം ചിരപരിചിതമായൊരു പേരാണ് ജനകൻ. വിദേഹവംശത്തിലെ രാജാവും സീതാദേവിയുടെ പിതാവുമായ വ്യക്തിയെയാണ് ജനകൻ എന്ന പേരിൽ രാമായണം പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ജനകൻ ഒരു പേരല്ല, മറിച്ച് ഒരു സ്ഥാനപ്പേരാണ് മിഥിലയെ സംബന്ധിച്ച്. സീതയുടെ അച്ഛന്റെ പേര് സീരധ്വജൻ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെയും ജനകവംശത്തിന്റെയും ചരിത്രമോ സംഭവബഹുലവും. ആ ചരിത്രത്തിൽ ചില വ്യക്തികളുടെ ഉറച്ച സമർപ്പണത്തിന്റെയും ഉഗ്രതപസ്സുകളുടെ ശാപത്തിന്റെയും വിധിയെ മറികടന്ന കുറെ മഹർഷിമാരുടെ കഠിന പ്രയത്നത്തിന്റെയും ഏടുകൾ കാണാം. ഇക്ഷ്വാകുവിന്റെ പുത്രനും സൂര്യവംശജനുമായ നിമി ചക്രവർത്തിയിൽ നിന്നാണ് ജനകവംശത്തിന്റെ ശക്തമായ വേരുകൾ ആരംഭിക്കുന്നതും പടർന്നു പിടിക്കുന്നതും. സുന്ദരനും സൗഭാഗ്യസമ്പന്നനും സത്യവാനും ആയ നിമി ചക്രവർത്തി മഹാദാനധർമ്മിയും ധർമ്മിഷ്ഠനും കൂടിയായിരുന്നു. അല്ലെങ്കിലും യുഗങ്ങൾ പുറകോട്ട് പോകുന്തോറും ധർമ്മം നാലുകാലിൽ ഉറച്ചു നിന്നിരുന്നതിനാൽ എങ്ങും സത്യവും നന്മയും വിളയാടിയിരുന്നു. അന്തരീക്ഷത്തിലെ അണുകണങ്ങളിൽ പോലും ചൈതന്യം നിറഞ്ഞിരുന്നു. അപ്പോൾ ജീവിച്ചിരുന്ന മനുഷ്യരിലും അതേ ഗുണം കാണാമായിരുന്നു താനും. നിമി ചക്രവർത്തി യാഗങ്ങളിലും ആരാധനാകർമ്മങ്ങളിലും അതീവ തൽപരനും കൂടി ആയിരുന്നുവത്രേ. അങ്ങനെയിരിക്കെ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരാഗ്രഹം തോന്നുകയാണ്. വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തണം. ഒട്ടും താമസിയാതെ പിതാവായ ഇക്ഷ്വാകുവിന്റെ അടുത്തു ചെന്ന് വിവരമറിയിച്ച് അനുമതി വാങ്ങി നിമി രാജാവ്. രാജ്യം യാഗത്തിനായി ഒരുങ്ങി. വേണ്ട സന്നാഹങ്ങളെല്ലാം ഒരു പിഴവ് പോലുമില്ലാതെ സജ്ജീകരിക്കപ്പെട്ടു. ഭൃഗു, അങ്കിരസ്, വാമദേവൻ, പുലസ്ത്യൻ, പുലഹൻ തുടങ്ങി വേദജ്ഞന്മാരായ ഋഷിമാരെയെല്ലാം രാജാവ് ക്ഷണിച്ചു വരുത്തി. ഏറ്റവും ഒടുവിൽ കുലഗുരുവായ വസിഷ്ഠനെ ചെന്ന് ഉപചാരപൂർവം വിളിച്ചു നിമി. ഗുരു, ഞാനൊരു യാഗത്തിനു വേണ്ട സംരംഭങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു. 500 സംവത്സരം യാഗം ദീക്ഷിച്ചിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങ് എന്നോടൊന്നിച്ചെഴുന്നള്ളി ആ യാഗം നടത്തി തരുമാറാകണം. നിമിയുടെ വാക്കുകൾ സശ്രദ്ധം കേട്ടുനിന്ന വസിഷ്ഠ മഹർഷി അല്പനേരത്തേക്ക് ചിന്താധീനനായി കാണപ്പെട്ടു. അതിനൊരു കാരണവുമുണ്ട്. അദ്ദേഹം അപ്പോൾ 500 വർഷം ദീർഘിക്കുന്ന ഒരു യാഗം നടത്തുന്നതിനു വേണ്ടി ഇന്ദ്രദേവന്റെ ക്ഷണത്താൽ അങ്ങോട്ട് പുറപ്പെടാൻ തയ്യാറായി ഇരിക്കുകയാണ്. അതു കഴിഞ്ഞേ നിമിയുടെ യാഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ താൻ പോയി വന്നതിനു ശേഷം സംവത്സരങ്ങൾക്ക് ശേഷം യാഗം ആരംഭിച്ചാൽ മതിയെന്ന് വസിഷ്ഠൻ നിമിയോട് പറയുന്നു. ഇച്ഛാഭംഗത്തോടെയാണ് നിമി ചക്രവർത്തി തിരികെ വന്നത്. അത്രയും നാൾ കാത്തിരിക്കാനുള്ള ക്ഷമ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം മറ്റൊരു വഴി കണ്ടു. ഗൗതമ മഹർഷിയെ ഗുരുവായി വരിച്ച് രാജാവ് യാഗം ആരംഭിച്ചു. 500 വർഷം കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി ഇന്ദ്രന്റെ യാഗം അവസാനിപ്പിച്ച് നിമിയുടെ യാഗശാലയിലെത്തി. ചക്രവർത്തി അപ്പോൾ അന്തർഗൃഹത്തിലായിരുന്നു. ഗുരുവര്യൻ വന്ന് കാത്തുനിൽക്കുന്ന വിവരമറിയിക്കുവാനായി ഭൃത്യന്മാർ ഓടിച്ചെന്നുവെങ്കിലും ചക്രവർത്തി അപ്പോൾ ഉറങ്ങുകയായിരുന്നതിനാൽ നിദ്രാഭംഗത്തെ ഭയപ്പെട്ട് അവർ മിണ്ടാതെ നിന്നതേയുള്ളൂ. കാത്തിരിപ്പ് നീണ്ടപ്പോൾ വസിഷ്ഠ മഹർഷി കോപാകുലനായി. അതൊരവഹേളനമായി തോന്നി അദ്ദേഹത്തിന്. ഉഗ്രമൂർത്തിയായി മാറി കൈ ഉയർത്തിക്കൊണ്ട് മഹർഷി രാജാവിനെ ശപിക്കുന്നു. അല്ലയോ നിമി, നീ നിന്റെ ഗുരുവായ നമ്മെ അപമാനിച്ചിരിക്കുകയാണ്. എന്റെ ആജ്ഞയെ ധിക്കരിച്ച് നീ യാഗം തുടങ്ങിയതിനാൽ നിന്റെ ദേഹം ആത്മാവിൽ നിന്ന് വേർപെട്ട് നിലംപതിക്കട്ടെ. രാജാവിന്റെ പരിചാരകർ ഭയന്നുപോയി. കുലഗുരുവാണ് ശപിച്ചിരിക്കുന്നത്. ഒരു നിവൃത്തിയുമില്ലാതെ അവർ ഓടിച്ചെന്ന് ചക്രവർത്തിയെ വിളിച്ചുണർത്തി. വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. നിമി ചാടി എഴുന്നേറ്റു. കാര്യത്തിന്റെ ഭീകരത മനസ്സിലാക്കി അദ്ദേഹം വേഗം തന്നെ വസിഷ്ഠ മഹർഷിയുടെ കാലുകളിൽ വീണ് ക്ഷമായാചനം ചെയ്തു. പക്ഷേ മഹർഷി കോപഭാവം വെടിയാതെ ഒരേ നിൽപ്പാണ്. ഇത്രയും കേണപേക്ഷിച്ചിട്ടും മനസ്സലിയാതെയുള്ള മഹർഷിയെ കണ്ടപ്പോൾ ചക്രവർത്തിക്കും കോപമുണ്ടായി. അദ്ദേഹവും കൈയുയർത്തി വസിഷ്ഠ മഹർഷിയെ ശപിക്കുന്നു. അകാരണമായി കോപിച്ച അല്ലയോ മുനെ, അങ്ങ് ചണ്ടാളനിലും നികൃഷ്ടനാണ്. അതിനാൽ കോപം കലർന്ന അവിടുത്തെ ഈ ശരീരവും ആത്മാവിൽ നിന്ന് വേർപിരിഞ്ഞ് നിലത്ത് വീഴട്ടെ. യോഗിതുല്യനായ ചക്രവർത്തിയാണ് നിമി. അദ്ദേഹത്തിനുമുണ്ട് തപോബലം. അങ്ങനെ രണ്ടുപേരും പരസ്പരം ശാപഗ്രസ്തരായി എന്ന് പറഞ്ഞാൽ മതി. വസിഷ്ഠ ശാപമേറ്റ നിമി ചക്രവർത്തി യാഗശാലയിൽ ചെന്ന് മുനിമാരെ വിവരമെല്ലാം അറിയിച്ചു.
അവർ ഇതികർത്തവ്യതാമൂഢരായി പരസ്പരം നോക്കി സ്തംഭിച്ചു നിൽക്കവേ രാജാവ് മരിച്ചു വീഴുന്നു. ഋഷിമാർ ആ ശരീരമെടുത്ത് ഒരു തോണിയിൽ കിടത്തി. യാഗം പൂർണ്ണമായിരുന്നില്ലല്ലോ. മന്ത്രങ്ങൾ കൊണ്ടും ഔഷധങ്ങൾ കൊണ്ടും നശിക്കാതെ സൂക്ഷിക്കുകയും യാഗം തുടർന്ന് നടത്തുകയും ചെയ്തു. യാഗം അവസാനിച്ചപ്പോൾ ദേവന്മാർ എത്തിച്ചേർന്നു. നരദേഹമാണോ ദേവദേഹമാണോ ഏതാണ് വേണ്ടതെന്ന് അവർ നിമിയോട് ചോദിക്കുകയാണ്. സംശയലേശമെന്നെ ദേവദേഹം മതിയെന്ന് ചക്രവർത്തി. അതനുസരിച്ച് നിമിയുടെ ആത്മാവ് ദേവന്മാരോടൊന്നിച്ച് സ്വർഗത്തിലേക്ക് പോയി. രാജാവിന്റെ ജീവനറ്റ ശരീരം ആ യാഗശാലയിൽ തന്നെ അവശേഷിച്ചു. ശവസംസ്കാര ചടങ്ങുകൾ നടത്തുവാനായി തയ്യാറായ മഹർഷിമാർക്ക് മുൻപിൽ ഒരു സമസ്യ വന്നു ചേരുകയാണ്. ശാസ്ത്രവിധി പ്രകാരം അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടത് പുത്രനാണ്. എന്നാൽ രാജാവിനപ്പോൾ പുത്രന്മാരുമില്ല. ഒടുവിൽ മഹർഷിമാർ ഒരു തീരുമാനത്തിലെത്തി. ചക്രവർത്തിയുടെ ജീവാവശേഷമായ ശരീരം എടുത്തുകൊണ്ടുവന്ന് ഹോമപൂജാദികൾ നടത്തി ആ ശരീരത്തെ മന്ത്രപൂർവ്വം മഥിക്കുവാൻ തുടങ്ങി അവർ. ഏറെ താമസിയാതെ സർവലക്ഷണയുക്തനായി സാക്ഷാൽ നിമിയെപ്പോലെ തന്നെ തേജോമയനായ ഒരു ഉത്തമ പുരുഷൻ ആ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ചു. മഥനം കൊണ്ട് ഉത്ഭവിക്കയാൽ ആ പുരുഷന് മിഥി എന്നവർ നാമകരണം ചെയ്തു. മഹർഷിമാർ ശവശരീരത്തിൽ നിന്നും ജനിപ്പിച്ചെടുത്തതിനാൽ മിഥിക്ക് ജനകൻ എന്നു പേരുമുണ്ടായി. ആത്മാവിൽ നിന്നും വേർപിരിഞ്ഞ ദേഹത്തിൽ നിന്നും ഉണ്ടായവനാകയാൽ മിഥി വിദേഹൻ എന്നുകൂടി അറിയപ്പെട്ടു. അങ്ങനെ നവജീവൻ ലഭിച്ച മിഥി സ്ഥാപിച്ച രാജ്യമാണ് ഗംഗാതീരത്തിലെ സുപ്രസിദ്ധമായ മിഥിലാരാജ്യം. ഈ വംശത്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും ജനകൻ എന്ന സ്ഥാനപ്പേരോട് കൂടിയാണ് പിന്നീട് അഭിസംബോധന ചെയ്തു വരുന്നത്. ജനകവംശം എന്ന വിദേഹവംശത്തിന്റെ ഉൽപ്പത്തി ആരംഭിച്ചത് ഈ വിധമാണ്. ഇനി പുണ്യഭൂമിയായ മിഥിലയെക്കുറിച്ച്. ഭാരതത്തിന്റെ വടക്കുകിഴക്ക് ഭാഗത്താണ് മിഥിലയുടെ സ്ഥാനം. മഹാവിസ്തൃതമായ വിദേഹരാജ്യത്തിന്റെ കേന്ദ്രമായ രാജധാനിയാണ് വിശാലസുന്ദരമായ മിഥില, ജനകവംശ പരമ്പരയുടെ ആസ്ഥാനം. മിഥിലയുടെ മഹിമകൾക്ക് ആധാരം ഒരിക്കലും രാജപ്രൗഢിയല്ല, സാത്വികഭാവത്തിന്റെ പ്രഭാവമാണ്. കാർഷിക പ്രവർത്തനങ്ങൾ കൊണ്ട് ലൗകിക സമ്പത്തും സാത്വികമായ ചിത്തപ്രവൃത്തികൾ കൊണ്ട് ദൈവിക സമ്പത്തുകളും വിദേഹരാജ്യത്ത് തുടർച്ചയായി വർദ്ധിച്ചു. കൃഷിക്കുള്ള പ്രാധാന്യം നിമിത്തം കലപ്പയുടെ ചിത്രം അവിടുത്തെ രാജമുദ്രയായും തീർന്നു. യഥാകാലം നടത്തുന്ന യാഗങ്ങൾ കൊണ്ട് വേണ്ട സമയങ്ങളിൽ വൃഷ്ടിയും അതുനിമിത്തം സസ്യപുഷ്ടിയും മിഥിലയിൽ സുലഭമായിരുന്നുവത്രേ. ഈ വിദേഹരാജ്യത്തെ സീരധ്വജൻ എന്ന ഒരു ജനകന്റെ പുത്രിയാണ് സീതാദേവി. മിഥിലയുടെ പുത്രിയായതിനാൽ സീത മൈഥിലി എന്നറിയപ്പെടുന്നു. വിദേഹരാജ്യത്തെ രാജകുമാരി ആയതിനാൽ അവൾ വൈദേഹിയും കൂടിയാണ്. സീത യഥാർത്ഥത്തിൽ ജനക മഹാരാജാവിന് പിറന്ന മകളല്ല എന്നുള്ള വസ്തുത ഏവർക്കും അറിയാം. യാഗത്തിനു വേണ്ടി നിലമുഴുതപ്പോഴാണ് രാജാവിന് ഒരു പെട്ടിക്കുള്ളിൽ നിന്നും കൈക്കുഞ്ഞായ സീതയെ ലഭിക്കുന്നത്. മഹാലക്ഷ്മിയുടെ അംശമായ വേദവതിയുടെ പുനർജന്മമാണ് സീത. രാവണൻ മുഖാന്തരം മരിക്കേണ്ടി വന്നവളായിരുന്നു വേദവതി. രാവണന്റെ നാശത്തിന് താൻ തന്നെ കാരണമാകുമെന്ന് ശപിച്ചതിനു ശേഷമാണ് വേദവതി സ്വശരീരം ഉപേക്ഷിക്കുന്നത്. ആ ചിതാഭസ്മത്തിൽ നിന്നുമാണ് സാക്ഷാൽ സീതയുടെ പിറവി. ജനക മഹാരാജാവ് സ്വപുത്രിയായി സീതയെ സ്വീകരിക്കുന്നു. ഭൂമിയിൽ നിന്നും ലഭിച്ചതുകൊണ്ട് അവളുടെ യഥാർത്ഥ അമ്മ ഭൂമി ദേവിയായി തന്നെ മാനിക്കപ്പെട്ടു. ഭൂമിയുടെ ഗർഭത്തിലല്ലേ അവൾ രൂപം കൊണ്ടതും. സർവഭാരങ്ങളും ക്ലേശങ്ങളും ഏറ്റുവാങ്ങി ക്ഷമയുടെ പര്യായമായാണ് ഭൂമിദേവി കാണപ്പെടുന്നത്. ഭൂമിയുടെ പുത്രിയായ സീതയും സഹനവും ക്ഷമയും കൊണ്ട് അതുല്യയായവളായിരുന്നു. ഭൂമിയിൽ നിന്നും പിറന്ന് യുഗപുരുഷന്റെ ഭാര്യയായി മാറി രാവണ നിഗ്രഹത്തിന് നിമിത്തമായി അവസാനം ഭൂമിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന സീതാദേവി. ജനക മഹാരാജാവും അഷ്ടവക്രനും തമ്മിലുള്ള ബന്ധം ജനകവംശത്തിന്റെ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായിരുന്നു. അതിനു മുൻപ് ആരായിരുന്നു ഈ അഷ്ടവക്രൻ? പേരിൽ തന്നെ കാണാം അദ്ദേഹത്തിന്റെ പ്രത്യേകതയും രൂപത്തിന്റെ സവിശേഷതയും. ജന്മനാൽ തന്നെ വൈകല്യത്തോടെ പിറന്നവനായിരുന്നു അഷ്ടവക്രൻ. 8 വളവുകളോട് കൂടിയ വൈകല്യമാർന്ന ശരീരം. അതുകൊണ്ടാണ് അങ്ങനെയൊരു നാമത്തിൽ അദ്ദേഹം അറിയപ്പെടാനും കാരണം. അസാമാന്യ ബുദ്ധിമാനും ജന്മനാൽ ലഭിച്ച അവബോധത്തോടെയും കൂടിയായിരുന്നു അഷ്ടവക്രന്റെ പിറവി. ഗർഭത്തിൽ വച്ചു തന്നെ സ്വന്തം അച്ഛനാൽ തന്നെ ശപിക്കപ്പെട്ട് ശരീരപരിമിതികളോടെ പിറന്നു ആ പുത്രൻ.
എന്നാൽ കാലാന്തരത്തിൽ ആ പിതാവിനെ മരണത്തിൽ നിന്നും തിരികെ എത്തിക്കുന്നതും ഈ മകൻ തന്നെയാണ് എന്നതും ഒരു വിശേഷം തന്നെ.